ഈ വാർത്ത കാണാനും ചിത്രീകരിക്കാനും പോയി തിരിച്ചു വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ തോന്നിയില്ല. കാരണം എത്ര കിലോമീറ്റർ പിന്നിട്ടിട്ടും ആ മാരകമായ ദുർഗന്ധം ഉള്ളൂരിനെ നടുക്കിയ ദമ്പതികളുടെ മരണം. മൃതദേഹത്തിന് 5-6 ദിവസത്തോളം പഴക്കം. പൊതുവിൽ നാട്ടുകാരുമായി വലിയ ബന്ധം പുലർത്താത്ത ഒരു കുടുംബമായിരുന്നു പുഷ്പയുടേത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് പുഷ്പ ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് രഘുനാഥൻ നായരുമായി താമസിക്കാൻ ആരംഭിച്ചത്. രഘുനാഥൻ നായരെ അടുക്കളയിൽ ജീവനൊടുക്കിയ നിലയിലും പുഷ്പയെ തൊട്ടടുത്ത് തന്നെ തറയിൽ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹം വല്ലാതെ ജീർണിച്ച് പെരുകി പൊട്ടിയ അവസ്ഥയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് വീട്ടിൽ നിന്ന് അതിരൂക്ഷമായ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ ബന്ധുക്കളെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിക്കുമ്പോഴാണ് ദാരുണമായ ആ കാഴ്ച കാണുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരിസരവാസികളുമായി വഴക്കുണ്ടാക്കാറുള്ള ആളായിരുന്നു പുഷ്പ എന്നാണ് നാട്ടുകാരിൽ ചിലർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ആളുണ്ടോ, അവർ പുറത്തു പോയോ, ഇതൊന്നും നാട്ടുകാർ അന്വേഷിക്കാൻ പോകാറില്ല. അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ മാത്രം വ്യത്യാസത്തിൽ താമസിക്കുന്ന ഒരു നാട്, തൊട്ടടുത്ത് വിജനമായി കിടക്കുന്ന ഒരു ചെറിയ തുണ്ട് ഭൂമി ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെയധികം കൺജസ്റ്റഡാണ്. തിരുവനന്തപുരത്ത് ഉള്ളൂര്, പ്രത്യേകിച്ച് ആക്കുളം ഭാഗത്തേക്ക് പോകുന്ന വഴി, അവിടെയുള്ള ജനനിബിഡമായ ഒരു സംവിധാനം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയ്ക്ക് ഞെങ്ങി ഞെരുങ്ങി താമസിക്കുന്നവർ തൊട്ടടുത്ത വീട്ടിൽ ഒരു സംഭവം നടന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതങ്ങളില്ല. മറ്റുള്ളവർ തങ്ങളിൽ സംസാരിക്കുന്നത് കണ്ടാൽ കൂടി അത് തന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഈ പുഷ്പചേച്ചി നിരന്തരം വഴക്കിട്ടിരുന്നതായി തൊട്ടടുത്തൊരു സമീപവാസി പറഞ്ഞു. ആ നാട്ടിലുള്ളവരൊക്കെ അവിടെ നിന്ന് താമസം മാറി പോകുന്ന കാഴ്ച കാണാമായിരുന്നു. പരിസരത്ത് ഒരു വീട്ടിലും ഒരു നേരത്തെ ആഹാരം കാച്ചി കുടിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിലായിരുന്നു അവരുടെയൊക്കെ അവസ്ഥ. അവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ബന്ധുക്കളായ ഏതാനും പേർ അവിടെ എത്തിയിരുന്നു. പണം ഇടപാടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടെ ഇവിടെ 5 പോയിന്റ് മാരുടെ കരുതി കളഞ്ഞു വണ്ടിക്കറ്റ പോലീസാറെ. അങ്ങനെ ഇങ്ങനെ ഒരു 5 ലക്ഷം രൂപ വാങ്ങി എന്നെ വിളിച്ച് കയറി. ഒരു 2-3 മാസം എന്നെ വിളിച്ച് പറഞ്ഞു, ആ പൈസ ഇടപെട്ട് നമുക്ക് 15 ലക്ഷം രൂപ മാറ്റി തരണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇടപെടില്ല. എനിക്കിതിനെപ്പറ്റി പൈസയുടെ കാര്യം ഒന്നും അറിഞ്ഞൂടാ. ഞങ്ങൾ സഹോദരങ്ങളാരും ഇതിനൊക്കെ ഇടപെടില്ല. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർ കൊടുക്കുക, വഴങ്ങി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ നമ്മളെ പട്ടത്തുനിന്ന് പയ്യന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവനെ എനിക്ക് നമ്മളിവിടെ കവർ ചെയ്തുകൊണ്ടാ ഇപ്പോഴത്തെ മാറിയെന്ന് ഇവ കൊന്നിട്ട് ഞാൻ കയറി നോക്കി. ഞാൻ അടുത്ത് നോക്കി. കൊന്നിട്ടേ ഇവൻ ഇതിൻ്റെ ബോഡിയെ വലിച്ചെടുത്ത് അവിടെ കൊണ്ട് ഇട്ടിട്ട് ഇവൻ കയറി തൂക്ക് കയറിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കൊല്ലണം. നമ്മൾ എത്ര കുറവാണ് കണ്ടിട്ടുണ്ട്. കൊന്നതും അത് കിടക്കണം. അതില്ല അത് പോലീസ് എസ്ഐയും പറഞ്ഞില്ല ഇപ്പോൾ കൊലപാതകമാണ്. ഇനിയിപ്പോൾ അതല്ല, അവർ അങ്ങ് പോട്ടെ. ഇവരിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇന്ന് വൈകിട്ട് കിട്ടണമെങ്കിൽ പറ്റിയാട് കൊണ്ടുവന്ന് സിമ്മി എല്ലാം കൂടെ അങ്ങോട്ട് ദയിപ്പിക്കും. ഞാൻ പറയും വീട്ടിൽ കൊണ്ടുപോകലെന്ന്. അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നു. ഇതൊന്ന് ലോക്ക് ചെയ്യണം. സിമ്മിയിലെ വീട്ടില്ലേ, സിമ്മിയല്ലേ മോളായിട്ട് വളർത്തിയത്. അവളെ മോനല്ലേ ഈ പിച്ചു. ഓ അങ്ങനെയല്ലേ. അല്ല നമ്മൾ പിന്നെ നമ്മളെ വിളിച്ച് പിള്ളേർ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന പിള്ളേരല്ലേ നമ്മൾ പിള്ളേരെ. കേസ് കൊടുത്ത് ബന്ധം തീർക്കാമെങ്കിൽ നമ്മൾ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൾ ബന്ധം തീർക്കില്ലെന്ന് പറഞ്ഞു. എന്താ തീർക്കാനല്ല ഈ ഇടപെടി ചാടി കൊടുത്തത്. നമുക്കെന്താ കൊലക്കേസ് അതിൽ അത് നമ്മൾ അവരെടുത്തെങ്കിലേ
അല്ല 2 ദിവസം ഞാൻ അങ്ങനെയാണ് നോക്കിയത് ഉണ്ടാക്കാൻ. അപ്പുറത്തെ ചെറുക്കൻ പട്ടി വളർത്തുക. അപ്പൊ അവ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് വിളിക്കും. അതിന്റെ സ്മെല്ലാണെന്ന് വിചാരിച്ചു. അവരെ ബന്ധുക്കളെ ആരെയൊക്കെ അറിയിച്ച് അങ്ങനെയാണ് അവരെ പോലീസിനെ വിളിച്ചാണ് പോകണം. നമ്മളും അറിയുന്നില്ലല്ലേ ഇത്. ഇന്നലെ രാത്രി പോലീസ് ഉണ്ടവരേക്ക് തന്നെ ഒരു വീടുമില്ല. ഈ ഏരിയയിൽ ഈ സൈഡിലുള്ള ഒരു വീടുമില്ല. ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായാലും അവർ വിചാരിക്കും അവരെ പറ്റി ആരെന്തോ പറയണമെന്ന് പറഞ്ഞു ഉടക്കാൻ നിൽക്കണം പറഞ്ഞ് സംസാരിക്കുകയല്ലല്ലോ. ഈ പച്ചക്കറി ഈ മറ്റുള്ളവരെ തെരുവിളിക്കുകയും മറ്റുള്ളവരെ ഈ ദൂഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ സ്വഭാവത്തിൽ സ്വാർത്ഥരാണ്. അപ്പൊ അവരുടെ പണമോ അവരുടെ വസ്തു അന്യാധീനപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് അവരിങ്ങനത്തെ പോലെ ആത്മഹത്യ ചെയ്യുമെന്ന് ഡൗട്ടാണ്. ഇതിപ്പോ അന്യാധീനപ്പെട്ട് പോയില്ലല്ലോ. അല്ല അത് മറ്റേ അവരെ അടുത്ത സ്വന്തം മക്കളില്ലല്ലോ. സ്വന്തം മക്കളില്ലാലും മക്കളെ വളർത്തിയ ഇത് വാങ്ങിച്ചോണ്ടേക്ക് എന്തൊരാണെന്നുള്ള വിചാരില്ല. ഷെയ്പ്പ് കൊണ്ടാ നൽകുകയെന്ന് തന്നെ പറയാം. പക്ഷെ നാടൻ മൽഗോവയല്ല, നല്ല ടേസ്റ്റാണ്. നമ്മള് ചേട്ടൻ്റെ ആ പ്ലാസ്റ്റൊക്കെ തന്നെ നല്ലെണ്ണം കിട്ടുന്നത് കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. അത് നിങ്ങൾ ഒരു ചെറുതായിട്ട് വിളയുമ്പോൾ പറിച്ച് കഴിപ്പിക്കണമല്ലോ. ഇത് വിളാം ഈ സാധനം ഇങ്ങനെയൊക്കെ പറിച്ച് കഴിപ്പിച്ചില്ലെങ്കിൽ പോകും. അതുകൊണ്ട് ഇതൊക്കെ വിളഞ്ഞു 2 പോലീസുകാരും കൊടുക്കുക. ഇനി വേണ്ടെങ്കിൽ നമ്മൾ ഓർത്തുള്ളൂ. ഇത് നമ്മളെ അപ്പോഴൊക്കെ ഇല്ല എന്തിനാണ് വല്ല ഗുരുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ഗുരുത്തൊന്നുമില്ല. ഒരു വർഷം ഇവരാണ് മരിച്ചതിന്റെ അയാൾ അയൽക്കാരെ ഇതിൽ 6 പേരെഴുതണത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കൊന്നും ഒരു വർഷം. കാരണം ഒരു വർഷം ഇത് അയാളെ അവിടെ കൊന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയമില്ല. ഓരോ വാർത്തയിലും വേദനിക്കുന്ന ഒരു കൂട്ടം ജീവിതങ്ങളുണ്ട്. അതിലെ ഉറ്റവരും ഉടയവരുമുണ്ട്. മരിച്ചിട്ടും വിദ്വേഷം തെല്ലും മാറാത്ത മനുഷ്യ മനസ്സുമുണ്ട്. ദൃശ്യങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും ഒരു ദിവസം അങ്ങനെ കടന്നുപോയാലും ഉടക്കി നിൽക്കുന്ന ചിന്തകളിൽ എൻ്റെ മനസ്സും കുടുങ്ങാറുണ്ട്. അതൊരു കെണിയാണ്. മോചനം ആഗ്രഹിച്ചാലും ചിലപ്പോൾ 1-2 ദിവസങ്ങൾ ഞാനും മനസ്സുകൊണ്ട് തളർന്നിരിക്കാറുണ്ട്. കുടുംബ ബന്ധങ്ങൾ അത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഓരോ കുടുംബത്തിലും അംഗങ്ങൾ അകന്നു പോകുന്നത് ദുസ്സൂചനയാണ്. സൂക്ഷിക്കണം. ഇത് മറ്റൊരിടത്തും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ബന്ധുക്കൾ ഏറെ വേദനിക്കുന്ന ഒരു സമയമാണിത്. അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ്. അതിൽ പലരും തളർന്നിട്ടുണ്ടായിരുന്നു. അവരാരൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. മാത്രവുമല്ല, ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ മുഖം വ്യക്തമായി കാണിക്കാൻ സാധിക്കില്ല. അവർ മനസ്സുകൊണ്ട് കരയുകയാണ്. വേദന കൊണ്ട് അവരുടെ ചിന്തകളിൽ ഇനി എന്ത് എന്ന ആലോചനയിൽ പിടയുകയാണ്. നമുക്ക് ഇതൊരു കാഴ്ചയല്ല, പകരം ഇതൊരു സൂചനയാണ്. എല്ലാ വീടുകളിലും ശ്രദ്ധയോടെ ജീവിക്കണം എന്ന് മാത്രം നമ്മെ ധരിപ്പിക്കുന്ന ഒരു സൂചന. വാർത്തകളിൽ നിന്ന് വാർത്തകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എവിടെയൊക്കെയോ താളപ്പിഴകൾ ഒരുപക്ഷെ മുൻകൂട്ടി കണ്ടറിഞ്ഞാൽ അവ തിരുത്താൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. സ്നേഹപൂർവ്വം സാഫ്രോൺ മീഡിയ.